പ്രധാനപ്പെട്ടതല്ല. അപ്പോൾ അമൽ ആ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി അമൽ കുറേ മാറി നിൽക്കുക, കുറെ കൂടി എന്താണ് ശുദ്ധവായുള്ള സ്ഥലത്തേക്ക് മാറി നിന്ന് അമലും വിഷ്ണുവും വിവരങ്ങൾ നൽകിയാൽ മതി. ഞാൻ പറയുന്നത് കേൾക്കാമെങ്കിൽ ഈ വീട് തുറന്നതിന് ശേഷം എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ പോലീസിനും ഫോറൻസിക് വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്കും? വിജയകുമാർ, ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം പോലീസും ഫോറൻസിക് ഉദ്യോഗസ്ഥരും ചേർന്ന് വീട് തുറന്ന് അകത്തേക്ക് കടന്നിരിക്കുകയാണ്. വീടിന്റെ വാതിൽ അകത്തു നിന്ന് പൂട്ടിയ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ വാതിൽ ചവിട്ടി തുറന്നുകൊണ്ടാണ് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് ഉദ്യോഗസ്ഥരും വീടിനുള്ളിലേക്ക് കയറുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. വാതിൽ തുറന്നപ്പോൾ തന്നെ അതിരൂക്ഷമായ ദുർഗന്ധമാണ് പുറത്തേക്ക് വമിച്ചത്. പോലീസ് ഈ ഒരു ദുർഗന്ധം സഹിക്കാൻ, പോലീസിന്റെ സംഘത്തിലുള്ളവർക്ക് തന്നെ സഹിക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവർ ഇതേ തുടർന്ന് സുഗന്ധദ്രവ്യങ്ങളും മറ്റും കത്തിച്ചു വെച്ചതിന് ശേഷം മാത്രമാണ് പോലീസ് ഇതിനകത്തേക്ക് കടന്നത്. ഏതായാലും അല്പസമയത്തിനുള്ളിൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. എന്താണ് അതില് വിഷ്ണു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, 3 പേർ മരിച്ച നിലയിൽ എന്ന് വിവരം വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മ ശകുന്തള അഗർവാൾ, അപ്പോൾ മരിച്ചത് മനീഷ് വിജയ്, അദ്ദേഹമാണ് ഈ ഉദ്യോഗസ്ഥൻ, IRS ഉദ്യോഗസ്ഥൻ. അദ്ദേഹത്തിന്റെ സഹോദരി ശാലിനി വിജയ്, അവരുടെ അമ്മ ശകുന്തള അഗർവാൾ, ഇവർ 3 പേരുടെയും മൃതദേഹം ആ വീടിനകത്തുണ്ട്. അമ്മ ബെഡിൽ കിടക്കുന്ന നിലയിലാണ്, 2 പേർ തൂങ്ങി നിൽക്കുന്ന നിലയിലാണ് എന്ന വിവരമാണ് ഇപ്പോഴിതാ വിഷ്ണു സുരേഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. വാതിൽ ഏതാണ്ട് പൊളിച്ച് ആണ് പോലീസ് അകത്ത് കയറിയത്. അകത്ത് കയറിയ ശേഷം കണ്ട കാഴ്ചകൾ ഇതാണ്. അമ്മ ബെഡിൽ കിടക്കുന്ന നിലയിലും മക്കൾ 2 പേർ എന്ന് വെച്ചാൽ ഈ പറയുന്ന മനീഷും ശാലിനിയും 2 പേരും തൂങ്ങി നിൽക്കുന്ന നിലയിലുമാണ് എന്ന് ഇപ്പോൾ വിഷ്ണു റിപ്പോർട്ട് ചെയ്യുന്നു. വിഷ്ണു, ഇത് അങ്ങേയറ്റം ദാരുണമായ സംഭവം. അവർ 3 പേരും ആ വീട്ടിൽ 3 പേരും മരിച്ചു. 2 പേര് തൂങ്ങി മരിച്ചു, ഒരാൾ ബെഡിൽ കിടക്കുന്ന നിലയിൽ. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ എന്താണ് അവിടെ സംഭവിച്ചത്? അവരെന്തെങ്കിലും അവിടെ ഇക്കാര്യത്തിൽ എഴുതി വെച്ചിട്ടുണ്ടോ? നേരത്തെ ചില അഭ്യൂഹങ്ങൾ, സഹോദരിയുടെ ഒരു പോലീസ് കേസുമായൊക്കെ ബന്ധപ്പെട്ട ചില അഭ്യൂഹങ്ങൾ അവിടെ പ്രചരിച്ചു. സഹപ്രവർത്തകരുടെയൊക്കെ കയ്യിൽ നിന്ന് കിട്ടിയെന്ന് അമലും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനിയും അതിൻ്റെ വിവരങ്ങളാണ് കിട്ടേണ്ടത്. അപ്പോൾ വിഷ്ണു, ഇതിപ്പോൾ 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. ഇനി പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുകയാണല്ലേ? വിജയകുമാർ, 3 മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. 3 പേരുടെ മൃതദേഹം അകത്തുണ്ട് എന്നാണ് പോലീസ് നിലവിൽ അകത്ത് കയറിയപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. 2 പേർ തൂങ്ങിയ നിലയിലാണ്. ഈ അമ്മ ബെഡിൽ കിടക്കുന്ന രീതിയിലാണ്, അങ്ങനെയാണ് നിലവിൽ പോലീസ് പറയുന്നത്. ഇതിനകത്ത് ഇൻക്വസ്റ്റ് നടപടികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. മൃതദേഹത്തിന് നല്ല പഴക്കമുണ്ട്, അതായത് വീർത്ത നിലയിലാണ് ഈ മനീഷിന്റെ മൃതദേഹം ഉള്ളത്. അത് ഇവിടെ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് 2-3 ദിവസത്തെ പഴക്കം മൃതദേഹത്തിനുണ്ട് എന്ന് അനുമാനിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ ഇത്രയും ദുർഗന്ധം ഈ പ്രദേശത്താകെ ഒമിച്ചത്. എന്താണ് ഇതിന് കാരണം എന്നുള്ളത് ഇപ്പോഴും ഒരു അവ്യക്തമായി തുടരുകയാണ്. ഈ കസ്റ്റംസിന്റെ ഉന്നത ഉദ്യോഗസ്ഥരടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. പോലീസ് തൃക്കാക്കര ACP ബേബിയുടെ നേതൃത്വത്തിലുള്ള സംഘവും ഫോറൻസിക് സംഘവുമാണ് അകത്ത് ഉള്ളത്. ഈ 2 പേരുടെയും മൃതദേഹങ്ങൾ 2 മുറിയിലായാണ്. അമ്മ ബെഡിൽ കിടക്കുന്ന രീതിയിലാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചില ആശങ്കകൾ അല്ലെങ്കിൽ ചില പ്രശ്നങ്ങൾ ഈ കുടുംബവുമായി ബന്ധപ്പെട്ടൊക്കെ നിലനിന്നിരുന്നു. ഒരുപക്ഷെ അതുമായി ബന്ധപ്പെട്ടായിരിക്കാം മനീഷ് അവധിയെടുത്തതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷേ അതിലൊക്കെ ഇനി ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ വീട്ടിൽ ഇപ്പോൾ പോലീസിന്റെ ഒരു പരിശോധന കൂടി നടക്കുന്നുണ്ട്. അകത്തെ മുറികൾ കേന്ദ്രീകരിച്ച് പരിശോധന നടക്കുന്നുണ്ട്. എന്തെങ്കിലും കുറിപ്പുകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ഒക്കെ കണ്ടെത്താനാകുമോ എന്ന രീതിയിലുള്ള ഒരു പരിശോധനയാണ് പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടക്കുന്നത്. ഒപ്പം ഇൻക്വസ്റ്റ് നടപടികളും നടക്കുന്നുണ്ട്. പക്ഷേ സമീപകാലത്ത് ഇത്തരത്തിൽ ഒരു കൂട്ടാത്മഹത്യയൊക്കെ സമീപകാലത്ത് കേൾക്കുന്നത് നമ്മൾ ഒരു ഇടവേളയ്ക്ക് ശേഷമായിരിക്കും കേൾക്കുന്നത്. അതും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ, കസ്റ്റംസിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ IRS എടുത്ത ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ്. ജാർഖണ്ഡ് സ്വദേശിയാണ്. ഇവിടെ താമസമാക്കിയിട്ട് അധികം നാൾ ആയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലൊരു ആത്മഹത്യ സംഭവിച്ചത്. എന്താണ് കാരണം എന്ന് കണ്ടെത്താൻ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ശരി, ഏതായാലും വിഷ്ണു, അതിന്റെ വിവരങ്ങൾ കൂടുതൽ വരട്ടെ. ഉന്നത ഉദ്യോഗസ്ഥനാണ്, അഡീഷണൽ കസ്റ്റംസ് കമ്മീഷണറാണ് മനീഷ് വിജയ്. അദ്ദേഹത്തിന്റെ സഹോദരി ശാലിനി, അതുപോലെ അമ്മ, ഇവർ 3 പേരുമാണ്. അമ്മ ശകുന്തള അഗർവാൾ, ഇവർ 3 പേരുമാണ് ആ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. എന്താണ് സംഭവിച്ചത് എന്നത് ഇനി അറിയേണ്ടതുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായ ഈ കസ്റ്റംസിലെ ഉദ്യോഗസ്ഥരൊക്കെ ഏതാണ്ട് പകച്ച് അവിടെ നിൽക്കുകയാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ കണ്ടിരുന്നു. അവർക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നതേ ഇല്ല എന്ത് സംഭവിച്ചു എന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്താണ് അവിടെ